നമസ്കാരം. ഹായ് എവരിവൺ. എല്ലാവർക്കും ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ എനർജിയുമായി ഒത്തുവരണമേ എന്ന് വിചാരിച്ച് കാണുക. ആദ്യം തന്നെ ഒരു 10 ഓഫ് ഹാൻഡ്സിൻ്റെ എനർജിയാണ്. ഇത് ഒരു സൈക്കിൾ എൻഡ് ആവുകയാണ്. ഇത് ബർഡനാണ് കാണിക്കുന്നത്, റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമായി വന്നിട്ടുണ്ട്. ഓഫീസിലാണെങ്കിൽ എല്ലാ കാര്യവും ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. ആവശ്യമില്ലാത്ത ബർഡൻ എല്ലാം കളയണം. ആവശ്യമുള്ളത് മാത്രം ചുമന്നാൽ മതി. ഇത് പോസിറ്റീവ് ഔട്ട്കം അല്ല ഈ കാർഡ് കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തലയിൽ എടുത്ത് വെക്കരുത്. നിങ്ങളുടെ ദുർഘടമായ യാത്രയിൽ ഒരു സൈക്കിൾ എൻഡ് ആവുകയാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പെയിൻഫുള്ളായ എൻഡിങ് ആണ്, ഇങ്ങനെയും പറയാം. ടോക്സിക്കായ റിലേഷൻഷിപ്പ് എൻഡ് ആവുകയാണ്. നിങ്ങൾക്ക് കുറേ സ്ട്രഗിളിംഗ് ഉണ്ട്. ചെയ്തു തീർക്കാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. നിങ്ങൾ എന്തെല്ലാമോ വിട്ടിട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളൊരു പെയിനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതെല്ലാം വിട്ടിട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്ത് വന്ന് 6 ഓഫ് കപ്പിൻ്റെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഹീൽ ചെയ്യുകയാണ്, വേദന കളയുകയാണ്. നിങ്ങൾക്ക് നൊസ്റ്റാൾജിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് മുഴുവൻ ചില പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തു വന്നു. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, എങ്കിലേ നിങ്ങളിലേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വരികയുള്ളൂ. നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും മാനസികമായി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ തീരെ താല്പര്യമില്ലെന്നാണ് കാണുന്നത്. ഒന്നുകിൽ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരിക്കാം. ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചിങ് ആണ് വരുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇവിടുത്തെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നതാകാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഇരയായി പോകും എന്നുള്ളൊരു ബോധമാണ് നിങ്ങൾക്കുള്ളത്. പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങളുടെ കെട്ട് പൊട്ടിക്കാനും കണ്ണിലെ കെട്ടഴിക്കാനും എല്ലാം കഴിയും. എന്നാലും ആരോ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാതെ ആരോ തടസ്സപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ട്രാപ്പിൽ പെടുത്തി വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആകണമെന്ന് നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ചിലരെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സിൽ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും പുറത്തിറങ്ങാൻ നിങ്ങളെ അതിയായി ആഗ്രഹിക്കുന്നു. ചില ആളുകൾ സ്വയം ഇരിക്കുന്നതായിരിക്കാം. മറ്റ് ചില ആളുകൾ ട്രാപ്പ് ആയതുപോലെ ഇരിക്കുകയാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഉള്ളതുമായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പാസ്റ്റ് മെമ്മറീസ് സ്ട്രക്കായി നിൽക്കുന്നുണ്ട്. പാസ്റ്റ് വൂൺസ് നിങ്ങൾക്കുണ്ട്. ഇതിന് വേണ്ടത് എന്നാൽ എല്ലാം ഫോർഗീവ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സാഹചര്യമുണ്ടായ വ്യക്തിയോട് ഫോർഗീവ് ചെയ്യുക. കാരണം ഈ സാഹചര്യമുണ്ടായ വ്യക്തിയിൽ നിങ്ങൾ ഒരു ലെസൺ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരും. നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഒരു പുതിയ കാര്യം ചെയ്യാനുള്ള ആർജവം എടുക്കാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ധൈര്യമായി മുന്നോട്ട് പോവുക. ഒന്നിനും എടുത്തു ചാടരുത്. ഒരു പുതിയ തുടക്കം തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തോ ഒരു കാര്യം നടക്കുമോ ഇല്ലെന്ന് വിചാരിച്ച കാര്യം അത് നടക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ബ്ലൈൻഡായി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എല്ലാത്തിനും ഉത്തരം കിട്ടും. ലൈഫിൻ്റെ എന്തോ ഒരു കാര്യം പുതിയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വിഷമഘട്ടങ്ങളെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വരുമെന്നാണ് യൂണിവേഴ്സ്. നിങ്ങളൊരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാകും. നിങ്ങൾക്കെല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി. നിങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും നിങ്ങൾ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കൊരു സീക്രട്ട് നോളജ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല ഒരു പാരമ്പര്യവും ഉള്ള ഒരാളാണെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പഠിക്കാൻ അതിയായ ആഗ്രഹമാണെന്നാണ് കാണിക്കുന്നത്. ഈ മാരേജ് വരാത്തവർക്ക് അതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സമൂഹത്തിൽ നല്ല വിലയും നിലയുമുള്ളൊരു വ്യക്തിയാണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാസ്റ്റ് വന്നതൊരു വേൾഡ് കാർഡാണ്. ഒരു കംപ്ലീഷനാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള പവർ യൂണിവേഴ്സായിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പലരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. നിങ്ങൾക്ക് ഇത്രയധികം പവറെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നേയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിചാരിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കും. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ എനർജിയുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതേപോലെ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.